ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് സേമിയ പായസം നല്ല ക്രീമി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്കൊരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ 100 ഗ്രാം വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 250 ml മെഷർമെൻറ്റ് കപ്പിൽ അര കപ്പ് ചവരിയും കൂടി എടുത്തിട്ടുണ്ട്. ചവരി നല്ലപോലെ കഴുകി അരമണിക്കൂർ കുതിരാൻ വെക്കുക. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് കാഷ്യൂനട്ടും അതേപോലെ കിസ്മിസും ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നെയ്യെല്ലാം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് മതിയെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ അതിന് കറക്റ്റായിട്ടൊരു അളവൊന്നുമില്ല. ഇനിയെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇനി ഇതേ പാനിലേക്ക് സേമിയയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഓൾറെഡി വറുത്ത സേമിയാണ് എങ്കിലും നമുക്ക് നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റാണ് ഞാൻ സേമിയ വറുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം. 1/2 ലിറ്റർ വെള്ളമാണ് ഞാനിവിടെ തിളപ്പിച്ചെടുത്തത്. എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിള വന്നാൽ ചെറിയ തീയിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കണം. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലിൽ ഇത് വേവിച്ചെടുക്കാം. അതായത് 1 കപ്പ് പാലിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയും വേവിച്ചെടുക്കാം. കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ടേസ്റ്റിൽ യാതൊരു വ്യത്യാസവും വരില്ല. പിന്നെ ഒരു 10 ഏലക്ക എടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇവിടെ 10 മിനിറ്റ് ചെറിയ തീയിൽ സേമിയ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു പകുതി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കണം. പാലും ഞാനിവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാല് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കണം. 1.5 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ പായസം ഉണ്ടാക്കുന്ന സമയം നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവരി ഉണ്ടല്ലോ, അരമണിക്കൂർ മുന്നെയാണ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നത്, അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി തിള വന്നാൽ ചെറിയ തീയിലേക്ക് മാറ്റണം. പാൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കണം, പെട്ടെന്ന് തിളച്ച് മറിയാൻ ചാൻസ് ഉണ്ട്. ഇതപ്പോൾ വീഡിയോയിൽ കാണുന്നില്ലേ, ഈ രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ മുകൾ ഭാഗം പാട കെട്ടും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. എന്നിട്ട് സേമിയ ഓവർ കുക്കാവാൻ പാടില്ല, കറക്റ്റ് ഒരു വേവാകുമല്ലോ ആ രീതിയിൽ വേവിച്ചെടുക്കണം. ഞാൻ ആദ്യം 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചു. അതിനുശേഷം പാൽ ചേർത്തിട്ടും 10 മിനിറ്റ് വേവിച്ചെടുത്തു. അപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3/4 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ പാൽ തിളപ്പിച്ച പാത്രം ഉണ്ടല്ലോ, അതിലേക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇളം ചൂടുവെള്ളം അല്പം ഒഴിച്ച് ഒന്ന് കട്ടയൊന്നും കെട്ടാണ്ട് കലക്കിയെടുക്കണം. കൂടുതൽ വെള്ളം ഒഴിക്കണ്ട, പായസം ലൂസായി പോകും. ഇത് കലങ്ങാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് തിളച്ച് കൊണ്ടിരിക്കുന്ന പായസം ഉണ്ടല്ലോ, പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ തീ ചെറുതാണുള്ളത്, കൂട്ടിക്കൊടുക്കണ്ട. പിന്നെ പാൽപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ല എങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. പാൽപ്പൊടി ചേർത്താലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റും ക്രീമിയും ആയിരിക്കും. പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. അതേപോലെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തു. ഇത് നല്ല മധുരമുണ്ട്. ഇനി ഇത്രയൊന്നും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര 3/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പായസം ആകുമ്പോൾ അല്പം മധുരത്തോട് കൂടി കഴിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. പിന്നെ ചില ആൾക്കാർക്ക് മധുരം താല്പര്യം കാണില്ല, അങ്ങനെയുള്ള ആൾക്കാർ 3/4 കപ്പ് ചേർത്താൽ മതി. എന്നിട്ട് പഞ്ചസാരയെല്ലാം മെൽറ്റാവുന്നത് വരെ ചെറിയ തീയിൽ തന്നെ ഇളക്കി കൊടുക്കണം. ഇനി തീ കൂട്ടണ്ട, പെട്ടെന്ന് പതച്ച് പൊങ്ങാൻ ചാൻസ് ഉണ്ട്. പാലും പാൽപ്പൊടിയും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ചേർത്തിട്ടാണ് ഞാനിവിടെ ഈ പായസം റെഡിയാക്കിയത്. അതുകൊണ്ട് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഏലക്കായ പൊടിച്ച് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നെയ്യിൽ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂനട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതൊരു കറക്റ്റ് പാകത്തിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അല്പം ലൂസ് വേണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തിളച്ച വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ പാൽ ഏതായാലും ചേർത്താൽ മതി. അപ്പോൾ ഞാൻ സെർവ് ചെയ്ത് കാണിച്ചു തരാം.
അപ്പോൾ ഭയങ്കര ക്രീമിയാണ്, ഭയങ്കര ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് സേമിയ പായസം ഉണ്ടാക്കി നോക്കണം. വീട്ടിലൊരു ഫംഗ്ഷൻ വന്നാലുണ്ടല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസമാണിത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.